2. വായനശാല. വി എം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, വി വർക്കിയും എം മെമ്മോറിയലും. മാത്യുവിൻ്റെ ചെറുപ്പകാലത്ത് അത് ആഘോഷത്തോടെ സ്ഥാപിക്കപ്പെടുന്നു. തോമയാണ് അതിന് സ്ഥലം കൊടുത്തത്. ഒരു കാരണവർക്ക് ചുമടുതാങ്ങി പോലെ ഒരു കക്ഷിക്ക് വായനശാലയുമാകട്ടെ. തോമ ഓർത്തു. എന്നാൽ ചുമടുതാങ്ങിയിൽ അനേകർ ഓർമ്മകളെ ഇറക്കി വച്ചു. ശ്വാസം വിട്ടു. വായനശാലയിൽ നിന്ന് അനേകർ ഓർമ്മകളെ നെഞ്ചത്ത് ഒടുക്കി ചേർത്തു. തകർന്നു നീങ്ങി. ക്ലാരമാർ പാദസരങ്ങൾ അണിഞ്ഞ് നൃത്തമാടി. ചന്ദ്രശേഖരന്മാർ സ്വർണ്ണ താമ്പാളങ്ങളിൽ കാണിക്ക വെറ്റില നിരത്തി വ്യഭിചാരം തുടർന്നു. ദേവദാസികളുടെ അരഞ്ഞാണത്തിൽ സുവർണ ഏലസുകൾ തൂങ്ങിയാടി. വിഡ്ഢികളുടെ സഹനം ഭുജിച്ചുകൊണ്ട് മാപ്പുസാക്ഷിയെപ്പോലെ ചരിത്രം വായനശാലയിൽ നിന്നിറങ്ങി വന്നു. കണ്ണാടിപ്പുഴയിൽ ഉള്ളവരോട് ചരിത്രത്തെക്കുറിച്ച് പറയേണ്ടതേയില്ല. അവർക്കറിയാം, ചരിത്രം വസ്തുനിഷ്ഠമാണ്. അവർക്ക് ഇതുമറിയാം, അനുഭവിക്കുന്ന ചരിത്രം കാലത്തിൻ്റെ ആത്മാവാണ്. മകളുടെ കാമുകൻ ഓടക്കുഴൽ വായിച്ചു. എല്ലാ മുളം കാടുകളും തീയിൽ ഹോമിച്ച് ഒരു വിശ്വാസി പിതൃസ്നേഹത്തെ രക്ഷിച്ചു. അവൻ്റെ രാജ്യമാണ് വായനശാല. അവൻ്റെ ഉച്ഛ്വാസമാണ് ചരിത്രം. ഹല്ലേലൂയ പാടി ദേശീയ ഗാനങ്ങളും അന്യായ കോടതികളും നീതിയും അവിടെ തന്നെ സ്ഥാപനമാകുന്നു. ഭാരമുള്ള ചുമടുതാങ്ങിയുടെ കീഴെ കിരീടങ്ങളിൽ നിന്നു തെറിച്ചു പോയ തൂവലുകൾ ചൂടി തോമസ് കിടക്കുന്നു. എന്ത് നല്ല കിടപ്പ്! സുഖ ആലസ്യങ്ങൾ വന്നെത്തുമ്പോഴാണ് പ്രാചീനങ്ങളായ അക്ഷരങ്ങളുടെ ആകൃതികൾ വെളിപ്പെട്ടു വരുന്നത്. ആണിയിൽ തിരിയുന്ന കലണ്ടറിൽ കാലം കാറ്റേറ്റ് തിരിഞ്ഞു വീശുന്നു. വാസ്തവത്തിൽ അതാണത്രേ സംഘകാലം ഒഴുകുന്ന അതിരുകൾ. പുഴകളുടെ ആത്മബോധത്തിൻ്റെ അടിത്തട്ട്. സമാധാനവേളകൾ പടവിറങ്ങിച്ചെന്ന് വിരുന്നു വിളമ്പുന്ന അഭയാർത്ഥി ക്യാമ്പ്. വിശ്വാസിയും ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന ആഞ്ഞിലിക്കാവിലെ തടിയൻ അവറാച്ചൻ 69 കഴിഞ്ഞ കാലത്ത് വായനശാല മുഴുവൻ തിന്നു തീർത്തു. ശുദ്ധ ആത്മഹത്യയെക്കുറിച്ചു ചിന്തിച്ചു. മടലേറലും വടക്കിരിക്കലും പഴയത്. ജീവിതം എപ്പോഴും പുതുതായി കഴിക്കുന്നു. ആദ്യം വിഷം കുടിച്ചു. എന്തു പറയാൻ, കശുമാങ്ങ വാറ്റിയതിൽ കലങ്ങിപ്പോയി. 8ാം നാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. പൊട്ടിയ കയറായിരുന്നു മിച്ചം. ചുമ്മാ പൊടിയും തട്ടി എണീറ്റ് പോന്നു. നീന്തലറിയാമെന്നതിനാൽ തണുപ്പ് പേടിച്ച് വെള്ളങ്ങളെ ഉപേക്ഷിച്ചു. ആലോചനകളുടെ 16-ന് മേൽക്കൂര കണ്ട് ലഹരി കയറി വളബന്ധത്തിൽ കയറ് കെട്ടി തൂങ്ങി. വളബന്ധം വിട്ടുപോയി. വീണപടി ക്ലീം. നട്ടെല്ല് ഒടിഞ്ഞുപോയി. അത്യുത്സാഹം തന്നെ ചാത്തൻ സേവ. അധികാരക്കൊതി സേവയ്ക്ക് പൂജ. പൂജാരികൾക്കറിയാം അതിൻ്റെ വീര്യം. ചാത്തനേറിൽ കാലു പൊങ്ങാതെ വൃത്തികെട്ട വ്യാഴവട്ടം കറങ്ങിക്കടന്നു. കട്ടിലിലെ കിടപ്പിൽ നിന്ന് എണീറ്റില്ല. ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന് വൈരാഗ്യം വന്ന് ആത്മഹത്യാ ചിന്ത വെടിഞ്ഞു. കൊല്ലാൻ വരുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക, അടുത്തു വരുന്നവരെ കൊല്ലുക, വെള്ളെഴുത്തിനെ വിശ്വസിക്കുക, അവൻ കാലു പൊക്കിയാൽ തല താഴ്ത്തുക, തല താഴ്ത്തിയാൽ കാലു പൊക്കുക തുടങ്ങിയ ചിന്തകളാൽ വായനശാല നിറഞ്ഞു. ശുഭോദാര ചരിത്രസന്ധികളിൽ ചിലപ്പോൾ മരിക്കല്ലേ എന്നും പ്രാർത്ഥിക്കുന്നു. ധനാത്മക സന്ദേശം തുടുക്കുന്നു. തെറ്റിദ്ധരിക്കരുത്, തമാശയാണ്, തടവറയാണ്.
കഷ്ടമാണ്. പക്ഷേ ഒരു തടവറയിൽ കിടക്കുന്ന ആൾക്ക് അനേകം തടവറകളുടെ സ്വാതന്ത്ര്യം എന്നത് പട്ടിണി കിടക്കുന്ന കുറുക്കൻ്റെ സ്വപ്നങ്ങളിലെ കോഴികളുടെ എണ്ണം എന്ന അലങ്കാരത്തിൻ്റെ വൃത്തിഹീനമായ പാപാത്മാവ് അല്ല. അവറാച്ചൻ്റെ കട്ടില് പോലും അല്ല. കുരിശേന്തിയ രാജാക്കന്മാരും കിരീടം ചൂടിയ പ്രവാചകന്മാരും ഒരേ പാത്രത്തിൽ നിറം ചാലിക്കുന്നു, ഒരേ കൈകൊണ്ട് മലം കഴുകുന്നു. തടവറയുടെ സൗന്ദര്യം കണ്ട് സ്വാതന്ത്ര്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. കണ്ണാടിപ്പുഴ ആദ്യം നീന്തിയ കൈനോട്ടക്കാരൻ പറഞ്ഞതാവിത്. ഈ വായനശാലയുടെ തച്ചുശാസ്ത്രം കളങ്കരഹിതമാണ്. ഓരോ സാംസ്കാരിക യുദ്ധത്തിലും അത് വിജയിച്ചു കൊണ്ടേയിരിക്കും. സമാധാന കാലത്ത് കിട്ടുന്ന വൃത്തിയുള്ള ശവസംസ്കാരം ഉത്തരം താങ്ങുന്ന തോമസിനെ പോലെ സമസ്ത കാട്ടുനീതികളെയും മൃഗബോധങ്ങളെയും കാലിൽ ഏന്തി. പല്ലി ചോദിച്ചു, ഓരോ യുദ്ധാരംഭവും ഓരോ പരാജയം എന്ന് കരുതുന്ന ആൾക്ക് എന്തിൻ്റെ വിജയമാണ് വിജയമാകുക? ഏത് ചുമടു താങ്ങിയിലാണ് പാപബോധങ്ങളുടെ ഫലിതം ഇറക്കുക? ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ കണ്ണാടിപ്പുഴ കലങ്ങിക്കൊണ്ടേ ഒഴുകി. എല്ലാ പുഴകളുടെയും ശീലം അതാണ്. വിധികർത്താക്കൾ സാക്ഷികൾ ആയി. എല്ലാവരുടെയും വിധി അതാണ്. എല്ലാ മുഖങ്ങളും ഒരേ പുഴയിൽ ചുണ്ട് അടുപ്പിക്കുന്നു, ദാഹത്തിൽ മുങ്ങിയാഴുന്നു. മരണാനന്തര ജീവിതബോധത്തിൻ്റെ ശാശ്വത തൈലാഭിഷേകം നടത്തി തീപിടിക്കുന്ന രാജവീതിയിൽ ഫയർ എഞ്ചിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞ അക്ഷരം പോലെ പുളഞ്ഞ് ചുടുകാട് കൊണ്ട് പുതച്ചു മൂടി. ദൈവമേ, വായനയും ചരിത്രവും വൃത്തികെട്ട ആഡംബരങ്ങളാണ്. കർമ്മങ്ങളും പരിണത ഫലങ്ങളും അനാവശ്യ ദാനങ്ങളാണ്. അപ്പോഴും എനിക്കറിയാം, നിന്നെ വിളിക്കുന്ന ഈ നിമിഷവും പുഴകൾ ഒഴുകിക്കൊണ്ടു നീങ്ങുന്നു. വിധിക്കും ചരിത്രത്തിനും അതീതമായി ബോധങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ വിഡ്ഢിക്കാലുകൾക്കിടയിൽ കൂടി സ്വാതന്ത്രോന്മുഖ പ്രസവങ്ങൾ. അതിൻ്റെ അർത്ഥങ്ങൾ എന്തെല്ലാം? അർത്ഥം എന്താണ് തോമസിന് അറിയില്ല. എന്നാൽ ഇപ്പുറം കിടക്കുമ്പോൾ തോമസിനും അറിയാം. പുഴയിൽ നിഴലിക്കുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ ലോകത്തിൻ്റെ കൽക്കെട്ടിനുമപ്പുറം ചെടികളിൽ സമുദ്രം ചാണകപ്പച്ച പാടുന്നു. തലച്ചോറിൻ്റെ ചരിത്ര സംഭരണിയിൽ കാരുണ്യപ്രകാശത്തിൻ്റെ ഗീതം പെയ്യുന്നു. വായനശാലയ്ക്ക് മുകളിലൂടെ അവിരാമം മഴ ഒഴുകുന്നു. മഴ, അകക്കാമ്പിലെ മഴ, സുതാര്യ കൃപകളുടെ വർഷം. ദൈവത്തിൻ്റെ വിസ്തൃതമായ മുറ്റത്ത് ചരിത്രം നൂലിഴ നെയ്യുന്ന മഴയാണ്. വിധി ഇല്ലാത്ത നെയ്ത്തുകാരനാണ്. പുഴകൾ മഴകളുടെ സാക്ഷികൾ ആണ്. പലചരക്കു കടകളിൽ നിന്നും വരുന്ന വെളിച്ചം കടവ് വരെ എത്തുന്നതേയില്ല. പക്ഷേ ഒരു നാൾ വെള്ളപ്പൊക്കം കാത്തിരിക്കുന്നത് കച്ചവടക്കാരുടെ നിറഞ്ഞ ചാക്കുകളെയാണ്, ഒഴിഞ്ഞവകളെയും. എനിക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കച്ചവട ശാസ്ത്രം ആണ്, ലാഭനഷ്ടങ്ങളുടെ അർത്ഥമാണ്. അവസാനത്തെ വായനക്കാരൻ പറയുന്നു, ഞാൻ നിന്നെ നീന്തൽ പഠിപ്പിച്ചു, നീ എന്നെ മുക്കിക്കൊല്ലുന്നു. ദൃശ്യങ്ങൾ അസ്തമിച്ച പഥങ്ങളിൽ അഭയാർത്ഥികൾ ചാമ്പൽ പുരണ്ട വെന്ത മാംസം തേടി കാട്ടുതീയണഞ്ഞ വഴികളിൽ തുഴയുന്നു. പ്രകാശരൂപിയായ ഒരു വൃക്ഷം വായനാശാലയുടെ മുന്നിൽ പൂക്കുന്നു. വായനാശാല പഴയ ആയുധപ്പുരയാണ്, അക്ഷരങ്ങളുടെ അഹന്തയാണ്.